ഹായ്, അപ്പൊ നമ്മുടെ എൽ എൻ ടിയുടെ DB ആണ് കേട്ടോ, 1, 2 അപ്പൊ നമ്മളിപ്പോ ടെക്നീഷ്യനെ വിളിച്ചിരുന്നു, ടെക്നീഷ്യൻ ഇവിടെ വന്നിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ടെക്നീഷ്യൻ എന്താണ് പറഞ്ഞതെന്നൊക്കെ വ്യക്തമായിട്ട് പറയാം. അതിന് മുമ്പ് ഒരു 2 കാര്യം. നമ്മൾ ഈ ഒരു DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്ത് ലിങ്കും അതേപോലെ ന്യൂട്രൽ ലിങ്കും ഈ രണ്ടാണ് ഈ 2 DBയിലത്തെ മെയിൻ സാധനം. അപ്പൊ അത് കറക്റ്റ് അല്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്ത് കറക്റ്റ് ആക്കിയിട്ടും കാര്യമില്ല. ബാക്കിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് വെക്കുന്നതാണ്. ഇപ്പൊ ലൂസ് കോണ്ടാക്ട് അപ്പൊ കമ്പനിക്കാരൻ പറഞ്ഞത് എർത്തിന് ഇപ്പൊ ലൂസായാലും കുഴപ്പമില്ല എന്നാണ് കമ്പനിക്കാരൻ പറഞ്ഞത്. അപ്പൊ ഈ 2 DBയിലും അത് തന്നെയാണ് അവസ്ഥ. പിന്നെ അതിൽ നമ്മളൊരു കമന്റ് ഇട്ടതിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ലിസ്റ്റ് ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കണ്ടു കഴിഞ്ഞാൽ ലോക്കൽ എടുക്കണോ നല്ല എടുക്കണമെന്ന്. ഇപ്പൊ ഇവിടുത്തെ ലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡെൽടെക്കിന്റെ ബോക്സ് അഡാപ്റ്റർ ഇട്ടിട്ട് പോളിയാബിന്റെ MMS പൈപ്പ് അതുപോലെ പോളിയാബിന്റെ ഗ്രീൻ വയറാണ്. അപ്പൊ അത്യാവശ്യം കണ്ടവനറിയാം നല്ലൊരു ലിസ്റ്റാണ്, നല്ലൊരു സാധനങ്ങളാണ് കൊടുത്തുന്നത്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ടെക്നീഷ്യനെ വിളിച്ചതും അവൻ വന്നിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് ചില ബാച്ചിൽ വന്ന പ്രശ്നമാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അപ്പൊ ഇതൊരു 8 വേ അതൊരു 12 DB 12 ആണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു അങ്ങനെ ശരിക്കും വരുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന സാധനമല്ല, അതൊക്കെ ചിലപ്പോൾ വരും. അതായത് ഒരു ടെക്നീഷ്യൻ പറഞ്ഞ വർത്താനം കേട്ടോ. നമ്മൾ വിളിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഒരു ടെക്നീഷ്യൻ ചിലപ്പോൾ അനുഭവ സമ്പത്തില്ലാണ്ടായിരിക്കും, വളരെ മോശമായിട്ടാണ് LNTകാരൻ്റെ ടെക്നീഷ്യൻ. ഞാൻ അടുത്ത് ചോദിച്ചു ടെക്നീഷ്യൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ടെക്നീഷ്യനാണ്. എന്നോട് പണ്ട് കാര്യമില്ല, ഞാൻ അല്ലാതെ ഉണ്ടാക്കണേന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നമ്പർ ചോദിച്ചപ്പോൾ കമ്പനിക്ക് വിളിച്ചപ്പോൾ തന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പരമാവധി നമുക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതേപോലെ തെണ്ടിത്തരം കാണിച്ചു പോരാ, നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പം ഇതിൻ്റെ നിങ്ങൾ നോക്കുക, ഏത് സ്ക്രൂ എടുത്ത് തിരിച്ചാലും നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന ഏത് സ്ക്രൂ എടുത്ത് തിരിച്ചാലും ഈ സാധനം ഇങ്ങനെ കിടന്ന് തിരിയുള്ളൂ. 10 പൈസക്ക് കാര്യമില്ല. അങ്ങനത്തെ ഒരു DB ആണ്. അപ്പം ടെക്നീഷ്യന്മാരെ വെക്കുമ്പോൾ കമ്പനി ആദ്യം എന്നിട്ട് ശ്രദ്ധിക്കണേന്നറിയോ, വകതിരിവുള്ളവന്മാരെ വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ലിങ്ക് മേടിച്ച് വെച്ചതാണ്. ഈ സാധനത്തിൽ എന്തൊട്ട് ടൈറ്റ് വേണമെങ്കിലും ചെയ്തോ, ഒരു പ്രശ്നമില്ല, നല്ല ലിങ്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനി, അതായത് LNT കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നമുക്ക് കിട്ടിയുള്ള റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം, ഇത് പരമാവധി ഷെയർ ചെയ്യാം. ഓക്കെ.